ഞങ്ങളുടെ KKP സാർ എങ്ങനെയാന്നോ, ശബ്ദം താഴ്ത്തി പാൻറ്റീസ് ഒന്ന് താഴ്ത്തോ മോളെ എന്ന ഒച്ചയില ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോക്ക് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കുക. ആണോ? എന്നിട്ട് നിന്നോട് അയാള് ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പൊടിയാടുന്നു. ഞങ്ങളുടെ PT സാറിന്റെ കാര്യം പറഞ്ഞാല് ചിരിച്ചു മണ്ണ് കപ്പും. കൂട്ടി തൊട്ട് അശുദ്ധാക്കല്ലേ മാധവൻകുട്ടി. എന്താ തൊട്ടാല് എന്താണ്ടാവാ നോക്കാലോ. അതിന്റെ അടിയിൽ ചുവന്ന ചില അടിയൊഴുക്കുകളുണ്ട്. കഴുതെ, നിന്നോടാരാ ഞങ്ങളുടെ ഈ തീണ്ടാരിപ്പുരയിൽ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരാൻ പറഞ്ഞേ? ചേച്ചി നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. പൊടാസത്തെ. സൂത്രക്കുട്ടി, നീയും സുബൈദയും എന്നെ കുഞ്ഞടുപ്പെന്നല്ലേ വിളിക്കാറുള്ളത്? ഈ കുഞ്ഞടുപ്പിൽ വല്ലാതെ കനലെരിയുന്ന ചില രാത്രികളിൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നെ കീറി പറിക്കാൻ ആരും വരാത്തതെന്ത്? ഞാൻ രാത്രിയിൽ ജനലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഈ പുതപ്പിനുള്ളിൽ ഞാൻ പൂർണ്ണ നഗ്നയും. ഒരു കിടിലൻ കാറ്റുപോലും വരുന്നില്ലല്ലോ. ഇന്നലെ ഒരാന ഓല കാലി ചവിട്ടി പിടിച്ച് കയറുന്ന കണ്ടപ്പോ ശരിക്കും കൊതിയായി. ആ, അത് പോട്ടെ. ഗുരുവായൂർ തൊഴാൻ പോയപ്പോ ഉണ്ടായ തമാശ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മ തൊഴുതിറങ്ങി വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നിരുന്ന ഒരു ആനയുടെ 5-ാം കാലില്ലേ? ആ, അത് തന്നെ. അത് വലുതായി വരുന്നു. അത് താണ് നിലം തൊടാറായി. രസം അതല്ല, കണ്ടു നിന്ന ഒരാള് നീ എന്തു നോക്കി നിൽക്കുകയാണെന്ന് അലറി അയാളുടെ ഭാര്യ അവിടുന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചിരിച്ച് തല കുത്തി മറിയാൻ തോന്നി എനിക്ക്. തരക്കാരോടല്ലേ അസൂയ വേണ്ടത്? നമ്മുടെ ഔട്ട് ഹൗസിന്റെ 2-ാം വോള്യം. അല്ലെങ്കിലും മുഖ്യമായതിനോടായിരുന്നില്ലല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ളതിനോടായിരുന്നു അവൾക്ക് എപ്പോഴും ഇഷ്ടം. ഗാന്ധിയെ അല്ല നെഹ്റുവിനെ, സത്യനെയോ നസീറിനെയോ അല്ല മധുവിനെ, EMSനെ അല്ല AKGയെ, യേശുദാസിനെ അല്ല AM രാജയെ, രമണനെ അല്ല മദനനെ, വീടിനെ അല്ല ഒരക്കൂടിനെയാണ് അവൾ കൂടുതൽ സ്നേഹിച്ചത്. തീണ്ടാരിപ്പുരയും ഒരക്കൂടയും പോലെ സ്വകാര്യമായ ചില ഇടങ്ങളില്ലെങ്കിൽ ജീവിതം എത്ര പൊതുവാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ എത്ര പൊതുവാണ്. ഒരു പ്രദർശന വസ്തു, കല്ലോ കടലാസ് കീറോ പോലെ ആർക്കും എടുത്ത് പെരുമാറാവുന്നത്. മരണത്തോടെ നഷ്ടപ്പെടുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ഇഞ്ചി നെല്ലൊക്കെ ഉണ്ട്. ഇക്കൊല്ലം ഇഞ്ചി കുറച്ച് വാട്ടുണ്ടായി. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളിപ്പോൾ വരാം. വലിക്കോ? വടക്കിനിപ്പുര നഷ്ടപ്പെട്ടല്ല എനിക്ക് അധിക സങ്കടം. നമ്മൾ ചുവപ്പന്മാരുടെ ഒരു ഒളിത്തവളായിരുന്നത്. എന്നാലും ഗീതേ, നിന്റെ പൂതി തീർന്നില്ലേ? എവിടെ, വെറുതെ അടി. ഒരു തണുപ്പനാ പൊട്ടൻ. ജനലഴികളിൽ കാല് കയറ്റി വെച്ച് വിറപ്പിച്ച് സാരി തള്ളിയിടും ഞാൻ. ആ വഷളൻ എണീറ്റ് പോയി സാരി ഉയർത്തി എന്റെ കാലുകൾ മൂടി ചെന്ന് കിടക്കും. പോട്ടെ സൂത്രക്കുട്ടി, ഇനി എന്നാ നമ്മൾ കാണാന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ പിടിവിട്ട് പോയില്ലേ. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ഒരിക്കലൊരു വലിയ സങ്കടം പറയുന്ന നിന്റെ കത്താണ് എനിക്ക് കിട്ടിയത്. വീട്ടിൽ മറ്റാരുമില്ലാത്തൊരു ദിവസം ഭർത്താവിൻ്റെ അനിയൻ നിന്നെ കയറി പിടിച്ചതിൻ്റെ സങ്കടം പറയുന്ന കത്ത്.
നാളെ ഞാനാ പറഞ്ഞ കേട്ടോ. അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ച് അവന്റെ കൂടെ എപ്പോഴും കാണുന്ന ആ കോന്തം പട്ടര് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ തകർന്നുപോയി. അവരെ വരുത്തുന്ന എന്നിലുള്ളതൊക്കെ പറിച്ചെടുത്ത് കളയണമെന്ന് തോന്നി എനിക്ക്. മറ്റൊരാളോട് വീരവാദം പറയാൻ നമ്മുടെ ഞരക്കങ്ങൾ അവരുപയോഗിക്കും. സൂത്രക്കുട്ടി, നിന്നെപ്പോലൊരു നിർവികാരി അച്ഛനായാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നൊരു നരകമായി പോയില്ലേ. എൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ആർത്തികളിലേക്ക് ആളുന്നൊരു നരകം. ഈ വിവരമറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നിന്നെ കാണണം, സമാധാനിപ്പിക്കണമെന്നും തോന്നി. പക്ഷേ അതിങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എൻ്റെ സൂത്രക്കുട്ടി, ഞാൻ പോട്ടെ. എൻ്റെ കേടുപാടുകൾ മുഴുക്കെ നീയേ കണ്ടിട്ടുള്ളൂ. രഹസ്യങ്ങളും വേദനകളും നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇറങ്ങുന്നു. രവി 2 ചായ. എന്റെ വാസു, എന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞ് നിന്നെ പറ്റിച്ചു അല്ലേ? സത്യമായിട്ട് ഞാൻ വന്നിരുന്നല്ലോ. ഞാൻ നിന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ എത്ര നേരം ഒരു ചായ വെച്ചിട്ട്? അനസൂയെ, നിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ? അതുകൊണ്ട് കളഞ്ഞോ? അത് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടമ്മേ. പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ ഞാനത് തന്നുവിട്ടത്. പെൺകുട്ടികളായ കയ്യിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഇടണം. ഒരുപാട് ആഭരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരെണ്ണെങ്കിലും ഇട്ടൂടെ നിനക്ക്? അതിനെങ്ങനെ? അച്ഛൻ്റെ അല്ലേ മോള്, ഒന്നിലും ഒരു താല്പര്യമില്ല. നിന്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെയാണോ? എനിക്കറിയില്ല, എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല. ഞാൻ പഠിക്കാനാ സ്കൂളിൽ പോണേ, അല്ലാതെ കൂട്ടുകൂടി നടക്കാനല്ല. എന്നാലും കുട്ടികളായ ആരെങ്കിലും ഉണ്ടാവില്ലേ കൂട്ടുകാരായിട്ട്? നിനക്ക് എന്താ പറ്റണത് മോളെ? എനിക്ക് നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ നല്ല ആദിയുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാണ്. അമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോൾ എൻ്റെ മോള് കോലം കെട്ടു. നീ വല്ലാതെ മെലിഞ്ഞുപോയി. അവിടെ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ നീ? ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ അത്ര രുചിയുള്ള ഭക്ഷണമൊന്നുമല്ല ഹോസ്റ്റലിൽ കിട്ടണേ. എന്നാലേ അമ്മ ഉണ്ടാക്കണ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മോള് വീട്ടിലിരുന്നാ മതി. ഞാൻ കഴിച്ചോളാം അമ്മേ. നീ വാ, തല ചെയ്തരാം. എന്താ ഇതിൻ്റെ ഒരു കോലം? എത്ര മുടി ഉണ്ടായിരുന്നതാ? നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. ഒക്കെ നശിപ്പിച്ചു. ഞാൻ ബുദ്ധിമുട്ടി എണ്ണ കാച്ചിയത് മാത്രം ബാക്കി. അല്ല, നീ അത് ഒരിക്കലെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ട് അമ്മേ. പിന്നെ എന്നും മഞ്ഞളും താളിയൊക്കെ തേച്ച് നീരാടാനുള്ള സൗകര്യമൊന്നും ഹോസ്റ്റലിലില്ല. വാ, അമ്മ മഞ്ഞളൊക്കെ പുരട്ടിത്തരാം. നന്നായിട്ടൊന്ന് കുളിക്ക്. ഇപ്പൊ വേണ്ട അമ്മേ, കുറച്ച് കഴിയട്ടെ, ഞാൻ ചെയ്തോളാം. വേണ്ട, വാ, ഞാൻ ചെയ്തു തരാം. വാ. വന്നിരിക്കട മോനെ, ഇത്തവണ ഞാനടിക്കും. ഇത്തവണയും ഞാൻ ജയിച്ചു. തോൽക്കാനാ നിനക്ക് യോഗം. വെക്കടോ റൗണ്ട് കൂടെ. എനിക്കും ജയിക്കാൻ പറ്റുമോ നോക്കണല്ലോ. ആ വെക്കേ. ഈച്ചയ്ക്ക് ബീഡി വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്കൊരു മതിപ്പും തോന്നിയില്ല. ഒരീച്ച പോലും വന്നിരിക്കാത്ത, ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകച്ചിരുന്നു. ആളുടെ